ഹലോ, ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2025 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ തങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹയർ സെക്കൻഡറി വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അവിടെ ഇടതുഭാഗത്ത് കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ വരുന്ന യൂസർ നെയിം, ഇവിടെ 10 ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിം. അത് തെറ്റാതെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെ കാണുന്ന നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡ് തെറ്റാതെ എൻ്റർ ചെയ്ത് ജില്ല സെലക്ട് ചെയ്ത് അവിടെ താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മൊബൈലിലേക്ക് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTPയും എൻ്റർ ചെയ്ത് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ 3 പ്രധാനപ്പെട്ട ഓപ്ഷൻ ഇടതുഭാഗത്ത് കാണാം. ആദ്യം ട്രയൽ റിസൾട്ട്, രണ്ടാമത്തത് എഡിറ്റ് ആപ്ലിക്കേഷൻ, മൂന്നാമത്തത് പ്രിൻ്റ് ആപ്ലിക്കേഷൻ. അതിലാദ്യം ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് വിദ്യാർത്ഥികൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അപേക്ഷയിൽ, നേരത്തെ കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് ഈ അവസരത്തിൽ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ നേരത്തെ നൽകിയതിൽ ഓപ്ഷനുകൾ മാറ്റം വരുത്താം. മറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിന് പറ്റിയ അവസരമാണ് ഇത്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം സർക്കാർ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഏതെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് എഡിറ്റ് ആപ്ലിക്കേഷനിലേക്ക് വിദ്യാർത്ഥികൾ പോവേണ്ടത്. അതല്ലെങ്കിൽ ട്രയൽ റിസൾട്ട് നോക്കി വിദ്യാർത്ഥികൾക്ക് എവിടെയെങ്കിലും പ്രവേശനം കിട്ടിയിട്ടുണ്ടോ, റിസൾട്ടിൽ ട്രയലിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഏതെങ്കിലും സ്കൂളുകളിൽ ട്രയൽ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ ഏതെങ്കിലും കോമ്പിനേഷൻ കോഡിൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ റിസൾട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം പ്രവേശനം നടത്തേണ്ടതില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പുള്ള ഒരു ട്രയൽ ലിസ്റ്റ് മാത്രമാണ്. അത് നോക്കി എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റത്തിരുത്തലുകൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ പോയി ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വിദ്യാർത്ഥികൾക്ക് വരുത്താവുന്നതാണ്. എഡിറ്റ് ആപ്ലിക്കേഷനിലൂടെ പോയി വിദ്യാർത്ഥികൾക്ക് ഈ മാസം 28 വൈകിട്ട് 5 മണിക്കുള്ളിലായി വിദ്യാർത്ഥികൾക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതിനുശേഷം പിന്നീട് ശ്രദ്ധിക്കുക, അതിനുശേഷം പിന്നീട് ഒരു മാറ്റത്തിരുത്തലുകൾക്കും അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് സാധിക്കുന്നത് അല്ല. ആയതുകൊണ്ട് ഏതെങ്കിലും മാറ്റത്തിരുത്തലുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ എഡിറ്റ് ആപ്ലിക്കേഷനിലൂടെ പോയി അവിടെ ബന്ധപ്പെട്ട ഏരിയകൾ എഡിറ്റ് ചെയ്ത് അതിൽ ഫൈനൽ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ ബന്ധപ്പെട്ട വിവരങ്ങൾ മാറുന്നതായിരിക്കും. ഏതായാലും ഈ അവസരങ്ങൾ പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. എഡിറ്റ് ആപ്ലിക്കേഷനിൽ കയറിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഫൈനൽ കൺഫർമേഷൻ നൽകിയിരിക്കണം. അതല്ലെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ അവരെ പരിഗണിക്കുന്നതല്ല. ഏതായാലും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം ഒരു വിദ്യാർത്ഥിക്കും ഒരു സ്കൂളിലും, ഒരു ഹയർ സെക്കൻഡറി +1 സ്കൂളിലും പ്രവേശനം നേടാൻ സാധിക്കുകയില്ല. ഓക്കെ, താങ്ക് യു.